വേനൽ കടുത്തതോടെ നിർമ്മാണ തൊഴിൽ പോലെ നേരിട്ട് വെയിലേൽക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ രംഗത്ത് വന്നതാണ്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് പതിക്കുക. അപ്പോൾ ഈ വെയിലേൽക്കുന്ന ജോലികളിൽ ഏർപ്പെടരുത് എന്നതാണ് മുന്നറിയിപ്പ്. പക്ഷേ വേനൽക്കാലത്ത് ഡ്രൈവർമാരുടെ കാര്യമൊക്കെ നോക്കിയാൽ ദുരിതമാണല്ലേ. ഒരു സേവനമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ 11 മണി മുതൽ 3 മണി വരെ തൊഴിലെടുക്കാതിരിക്കാൻ കഴിയുകയുമില്ല. സാന്യു മനോമി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് നഗരത്തിലും കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ചൂടിൽ ഈ നിർമ്മാണ തൊഴിൽ പോലെയുള്ള തൊഴിൽ മേഖലകളിലെ ആളുകളൊക്കെയും 11 മണി മുതൽ 3 മണി വരെ ജോലി എടുക്കാതെ മാറി നിൽക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് അടക്കം പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. കാരണം അത്രയും ചൂട് സൂര്യാഘാതമടക്കം ഏൽക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഓട്ടോ തൊഴിലാളികളുടെ ഒരു അവസ്ഥ മറിച്ചാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഓട്ടോ സ്റ്റാൻഡിലാണ്, സ്റ്റാൻഡ്. ഇതൊരു സേവനമായതുകൊണ്ട് തന്നെ ഇവർക്ക് 11 മണി മുതൽ 3 മണി വരെ മാറി നിൽക്കാനും കഴിയാത്ത സാഹചര്യമാണുള്ളത്. ചൂട് ഒഴിവാക്കാൻ വെള്ളപ്പം വണ്ടി തന്നെ ഉണ്ടാവും. ഭയങ്കര ചൂടല്ലേ, എങ്ങനെ നടക്കുന്നു? ജോലിയായി പോയില്ലേ. ചൂട് പണി വളരെ മോശമാണ്. വളരെ പ്രതിസന്ധിയിലാണ് ഓട്ടോക്കാർ കഴിഞ്ഞു പോകുന്നത്. അപ്പം ചൂടും കൂടി ആകുമ്പോൾ ഭയങ്കര പ്രയാസം, വളരെയധികം പ്രയാസത്തിലാണ്. നല്ല ചൂട് ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ? വളരെയേറെ. വെള്ളം സൂക്ഷിക്കാറുണ്ടോ? വെള്ളം ബോട്ടിൽ വാങ്ങി സൂക്ഷിക്കാറുണ്ട്, അത് പറ്റുന്നില്ല. നിർമ്മാണ തൊഴിലാളികൾക്ക് 11 മുതൽ 3 വരെ ലീവാണ്. ലീവ് മീൻസ് സമയം പണിയെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, നമ്മൾ ഓൾ ടൈം പണിയെടുത്ത് കൊടുക്കുള്ളൂ. ഒരു ടൈമുണ്ട്, 6 മണി വരെ വണ്ടി എടുത്ത് പിന്നെ ഒരു 8 മണി വരെ ഓടും. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, നല്ല ചൂടാണ് ഈ സമയത്ത് ഓട്ടോ ഓടുന്നത്. ഇങ്ങനെ അവസരം കൊണ്ടോടല്ലേ. വെള്ളമൊക്കെ കരുതാറുണ്ട് അല്ലേ? ബുദ്ധിമുട്ട് തന്നെ. ചൂടുണ്ട്, പിന്നെ പണിയല്ലേ, ഇട്ട് പോകണം. ചേട്ടാ, ചൂട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ചൂട് നല്ല പ്രയാസം തന്നെയാണ്, നല്ല ചൂട് തന്നെയാണ് ഉള്ളത്. ബാക്കി തൊഴിലാളികൾക്ക് 11 തൊട്ട് 3 വരെ എടുക്കേണ്ടതാണ്, നിങ്ങൾക്ക് അത് പറ്റില്ലല്ലോ അല്ലേ? നമുക്കത് പറ്റില്ല. നമുക്ക് അതിന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ട്. എന്താ ഒരു മാർഗം? ഇപ്പം വെള്ളമൊക്കെ കൊണ്ടു നടക്കാറുണ്ടോ? വെള്ളം കൊണ്ട് 2 ബോട്ടിൽ വെള്ളം വെക്കും, പിന്നെ കയ്യിനനുസരിച്ച് വാങ്ങും. ചൂടുണ്ട് അത്യാവശ്യം. എന്താ ചെയ്യാറ് ഇതൊന്ന് മാറ്റാനായിട്ട്? വെള്ളം കുടിക്കും, അല്ലാണ്ട്. അപ്പോൾ നല്ല ചൂടാണെന്നാണ് എല്ലാവരും പറയുന്നത്. വെള്ളം കുടിക്കലല്ലാണ്ട് ചൂട് മാറ്റാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, വെള്ളം കുടിയില്ല. ഉച്ചക്ക് വിശ്രമമുണ്ടോ? ഉച്ചക്ക് 2 മണിക്കൂർ റെസ്റ്റ്. 2 മണിക്കൂർ വിശ്രമിക്കാം ഭക്ഷണം കഴിച്ചതിന് ശേഷം. ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് വിശ്രമിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ എല്ലാവർക്കും അത് പറ്റില്ല. ഈ ചൂട് കാലത്തെ ഉച്ചയ്ക്ക് വിശ്രമിക്കാറുണ്ടോ? ചോറ് തിന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കും. 11 തൊട്ടൊന്നും പറ്റൂല അല്ലേ? 11 മണി തൊട്ടൊന്നും പറ്റൂല. ചൂട് ലേശം ഓവർ തന്നെയാണ്. എന്തായാലും നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എന്താ ചെയ്യുക, ഓട്ടോയിൽ ഇങ്ങനെ പോണ്ടേ? അതെ, ചൂട് സഹിക്കല്ലാതെ രക്ഷയില്ലല്ലോ. വെള്ളമൊക്കെ കൊണ്ടുവരാറുണ്ടോ? 2 കുപ്പി വെള്ളം എന്നും നിറച്ച് വെക്കും. അപ്പോൾ രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന വെയിൽ കോഴിക്കോട് ടൗണിലൊക്കെ അവസാനിക്കുന്നത് വൈകുന്നേരം 4 മണി വരെയാണ്. ഈ ഓട്ടോ തൊഴിലാളികളുടെ കാര്യം ഭയങ്കരമായ പ്രശ്നമുള്ളതാണ്. കാരണം ഓട്ടോ സ്റ്റാൻഡുകളൊന്നും തന്നെ തണലത്തല്ല നിൽക്കുന്നത്, എല്ലാം നല്ല വെയിലുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ചിലരൊക്കെ 2 ബോട്ടിൽ വെള്ളമൊക്കെ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ചിലർ ഭക്ഷണം കഴിച്ചാൽ 2 മണിക്കൂർ റെസ്റ്റ് എടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 11 മണി മുതൽ 3 മണി വരെ എന്ന് പറയുന്ന ഒരു സമയം ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ഓട്ടോ സർവീസ് എന്ന് പറയുന്നത് ഒരു സേവനം ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സമയത്ത് ഒരു പണിമുടക്കിനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ ഒന്നും കഴിയാത്ത സാഹചര്യമാണുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.